ഡെവലപ്മെന്റും ഈ എയർപോർട്ടുകളും സീ പോർട്ടുകളുമായിട്ടുള്ള കണക്ഷൻസും എല്ലാം വരുമ്പോഴേക്കും നമ്മുടെ GDP-യിലേക്ക് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള തൊഴിലവസരങ്ങളും സാധ്യതകളും നമുക്ക് വർദ്ധിപ്പിക്കും. അപ്പൊ ഏതെല്ലാം സെക്ടറിലാണ് നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വലിയ കാര്യം ഞാനിത് അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം എന്താ അറിയാം, ഈ എല്ലാ സെക്ടറിലും ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ മലയാളികളാണ്. എല്ലായിടത്തും എക്സ്പേർട്സ് ഉണ്ട്. ഹെൽത്ത് എക്സ്പേർട്ടിനെ അന്വേഷിച്ചപ്പോൾ ചിലരൊക്കെ അവര് ചില രാജ്യങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന അതിമനോഹരമായ പ്രോജക്റ്റുകൾ അവരൊക്കെ വന്ന് ഞങ്ങളുടെ ഹെൽത്ത് കോൺക്ലേവിൽ വന്ന് സംസാരിച്ചു. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വലിയ അക്കാഡമീഷ്യൻസ്, അമേരിക്കയിലേക്ക് പ്രധാന യൂണിവേഴ്സിറ്റികളിലേക്ക് HOD-മാരൊക്കെ വന്ന് നമ്മുടെ ഇതിൽ വന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ ഷോക്കായി. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഇതാണ്. അപ്പൊ ഈ നോളജിനെ, ഈ നോളജ് ഇക്കോണമി എന്നാണ് ഇപ്പൊ പറയുന്നത്, അതിനെ നമുക്ക് കണക്ട് ചെയ്യണം. നമുക്ക് ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. പിന്നെ ഒറ്റ പ്രശ്നമുണ്ട്, ഇതൊക്കെ നമ്മൾ തീരുമാനിച്ചു വെക്കുന്നതൊന്നും നടപ്പാവില്ല. നടപ്പാക്കാനുള്ള സിസ്റ്റം വേണം. ഇപ്പോ അദ്ദേഹം വർക്ക് ചെയ്യണ IT കമ്പനി ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ട് 6 മാസത്തിനകം തീർക്കാൻ പറയും. രാത്രി പകലിരുന്ന് വർക്ക് ചെയ്ത് മിക്കവാറും 5-ാമത്തെ മാസം തീർക്കും, ഇല്ലേ? നമ്മൾ നേരെ ഒരു തഹസിൽദാരോട് പറയാണ് ഒരു കെട്ടിടം പണിയണം, ഒരു 2 ഏക്കർ സ്ഥലം എടുക്കാൻ പറയും. 6 മാസത്തിനാണ്. 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. മറ്റത് പണി പോകും പിറ്റേ ദിവസം ചെയ്തില്ലെങ്കിൽ. ഇതാ ആ പ്രൊമോഷൻ കിട്ടും, കുറച്ചാൾ കഴിയുമ്പോൾ പോവില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല. പ്രോജക്റ്റ് പ്രൈവറ്റ് സെക്ടറിൽ നേരത്തെ പബ്ലിക് സെക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയതാണ് ആൻസർ ചെയ്യാൻ. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള വ്യത്യാസം